നമ്മൾ ഇന്ന് എന്താ അടുപ്പിലല്ലാത്തതെന്നറിയോ? നമ്മളൊരു സ്ഥലം വരെ പോകണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങാനാണ് പോണത്. അപ്പോൾ വേഗം നമ്മൾ പണിയൊക്കെ ഒരുക്കിയിട്ട് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അത്ര പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ കൈപ്പയ്ക്കല്ലേ, കൈപ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കി. അതേപോലെ തന്നെ കുമ്പളങ്ങിയും കായും പാടെ ഇട്ടിട്ട് മോരുക്കൂട്ടാട്ടോ. ചിലർ പറയും പുളിശ്ശേരിയാണ്, പുളിശ്ശേരി എന്ന് പറയും കേട്ടോ. നമ്മളിവിടെ മോരുക്കൂട്ടാന്നാണ് പറയുക. ഒന്ന് നല്ലപോലെ തള വരട്ടെ. തള വരുമ്പോൾ നമ്മളിത് ഓഫാക്കും കേട്ടോ. അപ്പോൾ കൂട്ടാനുണ്ട്, മത്തൻ കൂട്ടാൻ, ഇന്നലെ വെച്ച മത്തൻ കൂട്ടാനും ഉണ്ട്. പിന്നെ രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമരയ്ക്കുപ്പേരി ഉണ്ടാക്കിയിരുന്നു, അതും കുറച്ചുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ദൂരേക്കാണ് പോണത്. പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി വയ്ക്കാനും മടുപ്പാവുള്ളൂ. വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര തലവേദന ഉണ്ടാവും. അപ്പോൾ അത് കാരണം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇനി പിന്നെ സുകന്യക്ക് ചോറ് വെച്ചാൽ മതിയല്ലോ. വരുമ്പോഴേക്കും അവൾ ചോറ് വയ്ക്കും. കുട്ടികൾ പൊന്നൂസ് വാശി പിടിക്കാച്ചാലും കുഴപ്പമില്ല. അമ്മു അച്ചുവൊക്കെ ആ സമയമാകുമ്പോഴേക്കും വരികയും ചെയ്യും. നമ്മളൊരു 3:30-4 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോവുള്ളൂ, അല്ലേ ഏട്ടാ? എന്താ ഒന്നും മിണ്ടാത്തത്? മോരുകൂട്ടാൻ വയ്ക്കുമ്പോൾ മുളക് പൊടിയാണ് കേട്ടോ ഇടുക. അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ എനിക്കാണെന്ന് പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് സുകന്യക്കൊക്കെ ഇതേപോലെ ഇങ്ങനെ നമ്മുടെ പച്ചമുളകോ കാന്താരി മുളകൊക്കെ അരച്ചിട്ട് ഇങ്ങനെ വെക്കില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ വെക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളില്ലേ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് രസമോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. ഇടയ്ക്കൊക്കെ നമുക്കും നമ്മുടെ ഇഷ്ടത്തിനൊരു കറിയൊക്കെ വേണ്ടേട്ടാ? ആയിക്കോട്ടെ, ആർക്കും പിന്നെ എതിർക്കില്ല. മുടുക വേണം, വെള്ളമുട്ട പൊരിച്ച മറ്റേതുണ്ട്. ഇത് നാൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിയാണ്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ സുകന്യെ പൊട്ടിച്ചിട്ടാ പൊട്ടിക്കാണ്ടാ നേരെ പുഴുങ്ങിയിട്ട് കഴിച്ചില്ലേ? എനിക്ക് വേണ്ട, എൻ്റെ മുഖത്തെ കുരു ഒന്ന് കമ്മിയായില്ല. മുട്ട കഴിച്ച കുരു വരടി. അപ്പോൾ പിന്നെ സുകന്യ അങ്ങനെ വെറുതെ മനിങ്ങനെ നിൽക്കുക കേട്ടോ. സുകന്യക്ക് ഇന്നലെ 2 സാധനമായിട്ടുണ്ട് സമ്മാനം. എന്തൊക്കെയാ നോക്കി നോക്ക്, കാണിച്ചു കൊടുക്ക് സുകന്യെ. അത് എന്താണ് കാണിക്കാത്ത നാണക്കേട്? കണ്ട ഫ്രോക്ക് നൈറ്റി 2 എണ്ണം കണ്ട. ഇഷ്ടമായത് ഇഷ്ടമായി കേട്ടോ. വേണ്ട, ഞാനിടച്ച ഒരു പാൻറ്റും ഇടാം. നിനക്കെന്തിനാ പാൻറ് വാണ്ടി? ഇത്ര ഇറക്കുള്ള പാൻറ് വാങ്ങിയാൽ മതി വീട്ടിലിരിക്കുമ്പോ. അത് ഇങ്ങനത്തെ ഏട്ടാ. അപ്പൊ ഫ്രോക്ക് ഉടുപ്പ് പോലത്തെ നൈറ്റിയാണേ. ചുരിദാറല്ലേ ഏട്ടാ? അതിപ്പോ നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്ട് കയ്യൊക്കെ. ഞാനിത് നാള് നമ്മുടെ അടുത്ത് ചോദിച്ചില്ലേ ഇവര് നൈറ്റിയുടെ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ഇവിടെ ബേക്കിൽ ഇങ്ങനെ കെട്ടുമൊക്കെ ചെയ്തിട്ട് ഇനി പുറത്തേക്കൊക്കെ പോവാണ് പറഞ്ഞാല് ഇത് വീട്ടിൽ ഇതിട്ടാ മതി കേട്ടോ. അത് പറഞ്ഞിട്ട് ഞാനും ഇങ്ങനെ തന്നെ ചുരിദാർ ഇട്ടിരുന്നു അന്ന് ആ സമയത്തൊക്കെ. എനിക്ക് ഇവിടെ ബട്ടൺസ് ഉള്ളതായിരുന്നു കേട്ടോ. ഞാൻ നൈറ്റിയുടെ കാര്യം പറയുമ്പോഴാണ് കേട്ടോ, വീട്ടിലെ എൻ്റെ അമ്മ ഇപ്പോഴും മുണ്ടും ബ്ലൗസ് കേട്ടോ എടുക്കുക. ബാക്കി എല്ലാവരും നൈറ്റി എടുക്കുമ്പോഴും അമ്മ വീട്ടിലവിടെ. പക്ഷെ വീഡിയോയിലൊക്കെ വരുമ്പോൾ സാരി കൊടുത്തിട്ടാണ് കാണുക. അത് ഏട്ടനെ എന്താ പറയുക വെച്ചാൽ ഏടത്തിയമ്മയും അതേപോലെ ഞാനൊക്കെ നൈറ്റി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പം അമ്മയും നൈറ്റി അമ്മയുടെ സാരി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഈ പഴയ ആൾക്കാരല്ലേ, അവരുണ്ടോ സാരി കൊടുക്കണത്? 300 എന്നാലും എന്താ ഏട്ടാ അത് രസമാണ്. സോനിയെ തന്നെ ഇട്ടാ മതി കേട്ടോ. 300 ഇല്ല. അതിന് സോന്യ കുട്ടിയാണ്, സോന്യ അത് ഇട്ടാ മതി. സോന്യ അത് ഇട്ടാ മതി. സമ്മതിക്കല്ല. നിങ്ങൾക്ക് 2 ആൾക്ക് ഞാൻ മുട്ട പൊരിച്ച് തരുന്നില്ലേ? ഈ
കണ്ടോ, ഞാനും നെയ്റ്റി ഇടുക, അവളും നെയ്റ്റി ഇടുക. അയ്യേ, എനിക്ക് ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ട്. അവള് ചുരിദാറൊക്കെ ഇട്ടോട്ടെ. എന്നിട്ട് ഞാൻ എൻ്റെ എത്ര ചുരിദാർ അവൾക്ക് കൊടുത്തു പറഞ്ഞിട്ടാ. പുറത്തേക്ക് എവിടേക്കും പോകണല്ലോ, അവരവരെ വീട്ടിലല്ലേ. അപ്പോൾ ഇടണം. എന്താ നമ്മള് മുട്ട. പിന്നല്ലേ ഒരു കാര്യം പറയട്ടെ സോനി, ഈ സമയത്ത് നമ്മളിങ്ങനെ ഇടേണ്ടതൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ജീവിക്കണം. വയസ്സായി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ജീവിക്കാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മക്കൾ വലുതായി, പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ തീർന്നു പോകും. പക്ഷേ ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ തീർക്കണം. എപ്പോഴാണ് എന്താ മനുഷ്യന് സംഭവിക്കാന്ന് പറയാൻ പറ്റുമോ? നെയ്റ്റ് ഇടുന്നതല്ല എന്താഗ്രഹവും അല്ലേ? അതിന് ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാര്, ഇപ്പൊ ഈ ഏട്ടനില്ലേ, എന്താ ഏട്ടന് നമുക്കൊക്കെ എനിക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഈ നെയ്റ്റി ഇട്ടിട്ടില്ലേ ചുരിദാർ ഇടുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കമ്മി പോലെ തോന്നുള്ളൂ കേട്ടോ. ഞാൻ സൂര്യൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, ഇപ്പൊ എല്ലാവരും ഇടില്ലേ പലാസഫേൻ്റെ ഇത്ര ഇറക്കുള്ള എന്താ ബനിയനും അങ്ങനത്തെ ബനിയനും വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അവള് വാങ്ങിയില്ല. ഞാൻ പറഞ്ഞേ എടി അത് നല്ല രസം ഉണ്ടാവും, അതെടുത്തോ പറഞ്ഞപ്പോൾ അവൾക്കൊരു ഇഷ്ടക്കമ്മി. അത് സാരില്ല, എന്താ മുട്ടയൊക്കെ ഇട്ട് നമ്മുടെ എന്താ കടയത്തെ മുട്ടയുടെ കളറും നമ്മുടെ കോഴിയിടുന്ന മുട്ടയുടെ കളറും രണ്ടും രണ്ട് വ്യത്യാസമാണ് അല്ലേ? ഇത് ഒരു മുട്ട ഒരു ആ പാനിലിട്ട് മൊത്തമാക്കിയ മൊത്തം റൗണ്ട് ആവും. മറ്റേ ഒന്നും ഉണ്ടാവില്ല, നാടൻ മുട്ട. അവിടെ മുട്ട ഇഷ്ടം അനിയേട്ടന് ഇങ്ങനെയല്ല കേട്ടോ. അരിമുളക് കരണ്ടും പോയി, അരിമുളക് ഉള്ളിയൊക്കെ അമ്മിയിൽ ഇങ്ങനെ അരച്ചിട്ട് എരിവ് പിടിക്കണം, ഇതിൽ കുത്തി പൊടിച്ചിട്ട് വേണം. എൻ്റെ സുകന്യയ്ക്കും അതേപോലെ സതിയേട്ടനും. എനിക്ക് മുട്ട ഇഷ്ടം കേട്ടോ. പക്ഷെ എൻ്റെ മുഖത്ത് കുരുപ്പം കണ്ട, മുഖത്തെ കുരുവൊക്കെ ഒന്ന് പോയി മുഖം ഒന്ന് കളറ് വന്നിട്ടേ ഉള്ളൂ. എനിക്ക് മുട്ട കഴിച്ചിട്ട് കളറ് പോവാൻ ഒരു താല്പര്യമില്ല. അപ്പം ആൾക്കാർ പൊട്ടിപ്പോയി, എൻ്റെ മുഖത്ത് നിറച്ച് വരും. വലിയ ബിൽഡപ്പ് ചെയ്തതാണ്, പൊട്ടിപ്പോയി. അപ്പം ഞാൻ കുത്തി പൊട്ടിച്ചു. എന്താണ് നിന്റെ മുടിയത്തേക്ക് ഞാൻ എന്ത് എണ്ണ വാങ്ങി തന്നെ? എന്റെ മുടിത്തേക്ക് ഒരെണ്ണ വേണ്ട, എണ്ണ തേച്ചിട്ടേ മുടി പോയിക്കോ. രാത്രി വേണോ? ഞാൻ തേച്ചിരുന്ന കൊറേ. രാത്രി വേണോ? അമ്മയുടെ കുട്ടിക്ക് എന്താ വേണ്ട? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ രാത്രി പഠിക്കും. അതെ, ഞാന് ഒരെണ്ണയും തേച്ചിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് മുടി ഉണ്ടായിരുന്നു. എൻ്റെ മുടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നു നല്ല മുടിയാണെന്ന്. പക്ഷെ അമ്മൂനെ പ്രസവിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കില്ലേ മുടി നല്ല അരയ്ക്ക് മുടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കാട്ടിന്നറിയോ, വീട്ടിൽ പോയപ്പോ ബ്യൂട്ടി പാർലർ പോയിട്ട് മുടി അമ്മ പറയുന്നിട്ടില്ലേ വീട്ടിലമ്മ? അയ്യോ എനിക്ക് കല്യാണത്തിന് എന്താ കല്യാണമൊക്കെ നിന്റെ കല്യാണത്തിനല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് അമ്മൂനെയൊക്കെ പ്രസവമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞവര് ഇങ്ങനെ ഓരോ മോഡലിൽ അന്നൊക്കെ യു കട്ട് വി കട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നല്ല രസമാണ് കേട്ടോ, വെട്ടിയിട്ട് ഇങ്ങനെ കാണാന്. പക്ഷെ അന്ന് യു കട്ടിൽ മുടി വെട്ടാൻ പറഞ്ഞപ്പോ ഇത് അത്രയും വീട്ടിലങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് കേട്ടു ചീത്ത. വീട്ടിൽ നിന്ന് മാത്രമൊന്നുമല്ല, ഇവിടെ വന്നപ്പോ ഇവിടെ നിന്നും കേട്ടു. പിന്നെ എനിക്ക് മുടിയില്ലേ വളർന്നിട്ടേ ഇല്ല മുടി. പിന്നെ എന്നിട്ടാണ് ഞാൻ കാച്ചെണ്ണ തേക്കാൻ തുടങ്ങിയത്. അച്ഛനൊക്കെ കാച്ചിട്ട് മുടി പോയിട്ട് കുറേ പ്രാഗവും ചെയ്യും, പിന്നെ എണ്ണ കാച്ചി തരുകയും ചെയ്യും. ഇപ്പോഴും കണ്ടോ മുടി വളർന്നില്ല കേട്ടോ. മുടി സുകന്യയുടെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് അറിയോ, കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് സുകന്യയുടെ മുടി കാണായിരുന്നു. അതെന്താന്നറിയോ, ഓമ്പല് കുറച്ച് കൂടിയിട്ടാണ്. എന്നെ ഇന്ന് രാത്രി ഇന്ന് തേക്കുന്ന എണ്ണ നാളെ തേയില്ല, ഒരേ എണ്ണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കണേ. ഞാൻ 2-3 ബോട്ടിൽ തേച്ചിരുന്ന, പിന്നെ പിന്നെ അത് ബോട്ടിൽ കാണാനോ? ബോട്ടിൽ കാണാനല്ല, തേച്ചില്ല, കുറച്ച് വില കൂടിയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ മുടിയിലേക്ക് ഇനി എന്താണെന്നറിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം, വഴീനെ പറഞ്ഞിട്ടെ ഒരു 10 രൂപ ചെലവില്ലാത്ത കാര്യം പറഞ്ഞുതരാം. എന്ത് ഉലുവയ്ക്ക് പൈസ കൊടുക്കണ്ടേ? ദാ കണ്ടോ ആ നിൽക്കുന്ന ചെമ്പരത്തി, ആ ചെമ്പരത്തിയുടെ പൂവും എന്താ അത് നിന്റെ കെട്ടിവെന്ന് പറയും എൻ്റെ അനിയൻ. അതാ പോണു ടാറ്റ. എന്നിട്ട് എവിടേക്കാ പോണെന്ന് അറിയില്ല കേട്ടോ. വീടെത്തിക്കഴിഞ്ഞ വെച്ചല്ലേ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു ഒറ്റ കുതിക്കലാണ്.
ഇതുവരെ നല്ല സ്പീഡ് കമ്മിയായിട്ടായിരിക്കും. അപ്പൊ നല്ല അല്ലെങ്കിൽ ചോദിക്കില്ലേ കഞ്ഞി കുടിക്കാൻ വരില്ലേ എന്ന് ചോദിക്കില്ലേ. അപ്പൊ അതിന് വേണ്ടിട്ട് 12 മണിയായപ്പോ കഴിച്ചു. ഞാനിന്ന് നടക്കാൻ പോകില്ല പറഞ്ഞതാണ്. അപ്പൊ നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കിച്ചുട്ടനും കൂടി ഇന്ന് രാവിലെ നടക്കാൻ വന്നിരിക്കണു. അവനെ നടക്കാൻ പോവാൻ നടക്കാൻ സുൽത്താൻ റോഡിന്റെ അതുവരെ ഇവിടുന്ന് നമ്മള് ഇവിടെ അല്ലേ മുണ്ടൊള്ളിയുടെ കേറ്റല്ലേ പള്ളിയല്ലേ, പള്ളിയലിന്റെ അവിടുന്ന് പിന്നെ നേരെ നമ്മള് സുൽത്താൻ റോഡിന്റെ അവിടേക്ക് വരെ പോകും. നിറയെ ആൾക്കാര് നടക്കാണ്ടടി. ഈ വന്നോ നാടെ രണ്ടടി നടക്കുമ്പോണ്ടാണേ ഞാൻ എവിടേക്കോ 10 മിനിറ്റ് നടന്നപ്പോഴേക്കും അങ്ങോട്ട് ഇന്നാള് ഞങ്ങൾ രണ്ടാളെ കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിട്ട് കൊറേ അപ്പുറത്തേക്ക് പോയി. ഞാന് പൊന്നൂസിനടുത്ത് ഞാനാ നടക്കണത്. ഇവള് ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ നടക്കാണ്ടാണേ ഭയങ്കര നിന്റെ കാതില് കമ്മല്ലേ ബട്ടൺസ് വെച്ചിട്ടില്ലേ? ഇല്ല, ബട്ടൺസ് ഇല്ല. ബട്ടൺസ് തൂങ്ങി നിക്കണത് കളയണ്ട. സ്വർണത്തിന് എന്താ വില ആൾക്കാര് പറയില്ലേ, കുറുവ സംഘം പറയില്ലേ. നാളെ പിടിച്ചു ഇന്നലെ. എന്റെ സുകന്യ എപ്പോഴും പറയട്ടോ, ഞാൻ എന്തെങ്കിലും പറയുമ്പോ സങ്കടപ്പെടുമ്പോ സുകന്യ അറിയാം എന്താ ഏടത്തിയമ്മ നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്. പക്ഷെ പറയേ അതെന്താ എനിക്ക് മാത്രം മനസ്സിലാവാത്ത. സുകന്യ അനിയേട്ടന് എനിക്ക് ക്ലാസ് എടുത്തു തരും കേട്ടോ. എന്തെങ്കിലും പറയുമ്പോ ഏടത്തിയമ്മ നിങ്ങൾ ഇങ്ങനെ തളരരുത്, നിങ്ങൾ സങ്കടപ്പെടാൻ നിക്കണ്ടെന്നൊക്കെ. പക്ഷെ എനിക്കത് മനസ്സിലാവണില്ല. എന്റെ മനസ്സിൽ പെട്ടെന്ന് വിഷമോ സങ്കടമൊക്കെ കയറും കേട്ടോ. അപ്പൊ കുറച്ചത് വയറ്റ് പിടിക്കില്ല. അതോ വാതിലടച്ചക്ക എന്താ വരുന്നു. ചോറ് വിളമ്പട്ടെ. മോരുക്കറിയും സോനിയ പൊന്നൂസ് തേച്ചിട്ടോ. അപ്പോൾ പോയി അങ്ങോട്ട് എടി പൊന്നൂന് അമൃതം പൊടി വരക്കണോ. ഏട്ടന് മാത്രം, ഞങ്ങളൊക്കെ ചോറിലാണ് കേട്ടോ കഴിക്കുക. ഏട്ടന് ഇവിടെ സെപ്പറേറ്റ് ഒക്കെ വേണം കേട്ടോ. ഏട്ടന് ഇങ്ങനെ ഉപ്പേരി വേറെ പാത്രത്തിൽ വേണം. അതുപോലെ ഇനി മുട്ടയാണ് വന്നു വെച്ചാൽ അത് വേറെ പാത്രത്തിൽ വേണം. അങ്ങനെയൊക്കെ നിർബന്ധമുണ്ട്. ഞങ്ങൾ പിന്നെ പറഞ്ഞു വെച്ചാൽ എല്ലാ പാത്രത്തിലും ഒപ്പിട്ടിട്ട് ഞങ്ങൾ കഴിക്കും. എന്താ ഇതിനൊന്നും പറയാത്ത എന്തെങ്കിലുമൊക്കെ പിന്നെ ചക്ക അതാണ്ടോ അതിനെ പറഞ്ഞു ഞങ്ങൾ അതാണ്ടോ ചക്ക. ഒരു ചക്ക എനിക്കും പൊന്നൂസിനും മാത്രം വലുതായ, ബാക്കിയുള്ള ചക്ക അവർക്ക് കൊടുക്കാം അല്ലേ. ഇടിച്ചക്ക അവിടെ ഉണ്ട്. എൻ്റെ കുട്ടീനെ ഞാനല്ലേ പൊന്നൂസ് നീച്ചോട്ടോ. പൊന്നൂസ് നീച്ചിട്ട് സുകന്യക്ക് കഴിക്കാൻ അയക്കണില്ല, വെറുതെ വാശി പിടിക്കുകയാണേ. അപ്പം ഞാൻ അതാ അവനങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചക്കയും കോഴീനെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാലാണ് കുറച്ച് നേരം ഒതുങ്ങിയിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കില്ല. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ദീന ഓടും, നമ്മൾ പിന്നാലെ ഓടേണ്ടി വരും. എങ്ങനെ ഉണ്ട്? എന്താ ഉപ്പേരി എടുക്കാൻ? ഉപ്പേരിയോ? കൈപ്പയ്ക്ക എടി നല്ല രസല്ലേ. ആ മുറുക്ക് കൂട്ടി കഴിച്ചോക്ക. ഞാൻ മുറുക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ. പരിപ്പോടെ കൂട്ടി ചോറിനില്ല? എനിക്കൊക്കെ സാമ്പാറും പരിപ്പോടയും മാത്രം കിട്ടിയാൽ മതി. എന്താ ഉപ്പേരിയും കൂടി വേണ്ട. നല്ല ഇഷ്ടാട്ടോ. അതേപോലെ എന്താ നമ്മുടെ എരിവുള്ള മുറുക്കൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ. അങ്ങനെ ആരെങ്കിലും കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. ചോറൊക്കെ എടുത്തോട്ടോ. നടക്കാൻ പോവുക ചെയ്യുമ്പോൾ ക്ഷീണം വരാൻ പാടില്ല. എനിക്ക് മുട്ടയും വേണ്ട. ബേക്കറി കൊണ്ട് ചോറ് ഇത് മതി. ഇഷ്ടട്ടോ. മിച്ചർ കൂട്ടി ചോറിന മുറുക്ക് കൂട്ടി ചോറിനൊക്കെ ഇഷ്ടമാണ്. കൈപ്പയ്ക്ക് ഉപ്പേരി ഉണ്ടെങ്കിൽ വേറൊന്നും വേണമെന്നില്ല. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കലൊന്നും പരിപാടിയൊന്നുമില്ല. പിന്നെ വിറകിന് പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.